കാഞ്ചി കാമാക്ഷേ നമ മധുരമീനാക്ഷേ നമ കാശി വിശാലാക്ഷേ നമ തീർനീലാതിരുനാമഹാരമടിയിൽ കാണിക്കയായി വയ്ക്കുവാൻ തൃത്താപൂവിതൾ പോലുമൊന്നിതുവരെ കൈകൊണ്ടതില്ലംബികേ തീരാറായി ക്ഷിതിവാസമന്ത്രകപടത്തല്ലിൻ്റെ വല്ലായ്മയെ തീർപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ലമ്മേ പരമ്മേ ഭയം. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. ഷഷ്ഠസ്കന്ധം 14-ാമത്തെ അധ്യായമാണ് ഇന്നലെ പറഞ്ഞ് നാം സമർപ്പിച്ചത്. ഇന്നു മുതൽ അടുത്ത പഞ്ചദശോധ്യായ 15-ാമത്തെ അധ്യായം വർണ്ണിക്കാൻ തുടങ്ങുന്നു. നിമിയുടെ ദേഹാന്തര പ്രാപ്തിയെക്കുറിച്ചാണ് ഇവിടെ ഈ അധ്യായത്തിൽ വിശകലനം ചെയ്യുന്നത്. ജനമേജയൻ കഥകളെ കേട്ടുകൊണ്ട് ജനമേജയൻ തന്റെ സംശയത്തിന് ചോദിക്കണു. ദേഹപ്രാപ്തിർവസിഷ്ഠസ്യ കഥിതാ ഭവതാ കില നിമി കഥം പുനർദേഹം പ്രാപ്തവാൻ ഇതി മേ വദ. വസിഷ്ഠന്റെ ദേഹപ്രാപ്തിയെപ്പറ്റി അങ്ങ് പറഞ്ഞുവല്ലോ. നിമിക്ക് വീണ്ടും ശരീരം ലഭിച്ചത് എങ്ങനെയാണ് എന്നുകൂടി എനിക്ക് പറഞ്ഞു തരണം. വസിഷ്ഠന് വീണ്ടും പണ്ടേ പോലെയുള്ള ശരീരം ലഭിച്ചു. എന്നാൽ ശാപത്തെ തുടർന്ന് നിമിക്ക് അങ്ങനെ ഒരു സ്ഥൂലദേഹം ലഭിച്ചിട്ടില്ല. വസിഷ്ഠൻ നിമിയെ ശപിച്ചപ്പോൾ അവിടെ യാഗത്തിനായി കൂടിയിരുന്ന ബ്രാഹ്മണരും രാജാവ് ഋത്വിക്കുകളായി വരിച്ചിരുന്നവരുമെല്ലാം ഒരുമിച്ച് ആലോചിച്ചു. മഹാരാജാവ് ശാപാദഗ്ധനായല്ലോ, കഷ്ടം. നാം ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ യജ്ഞമാകട്ടെ പൂർത്തിയായിട്ടില്ല. ഇതിൽ ദീക്ഷ വരിച്ചവനായിരുന്നു ധാർമ്മികനായിട്ടുള്ള രാജാവ് എന്ന് പറഞ്ഞാൽ നിമി. കാര്യമെല്ലാം വിപരീതമായി കലാശിച്ചു. എന്താണ് ചെയ്യേണ്ടത്? അവശ്യം സംഭവിക്കേണ്ടിയിരിക്കുന്ന കാര്യം തടയാൻ നാം ഒന്നും ശക്തരല്ല. മഹാത്മാവായ നിമിയുടെ ശരീരം അല്പം ശ്വാസോച്ഛ്വാസമുള്ള വിധം ബഹുവിധ മന്ത്രങ്ങൾ കൊണ്ട് അവർ സംരക്ഷിച്ചു വെച്ചു. യജ്ഞം പൂർത്തിയാകുന്നതുവരെ മന്ത്രശക്തി കൊണ്ട് സ്ഥൂലദേഹത്തിൽ തന്നെ സൂക്ഷ്മശരീരത്തെ സ്തംഭിപ്പിച്ച് നിർത്തി. ഈ ഋത്വിക്കുകള എന്ന് പറയുന്നു. കാരണം യജമാനനില്ല എന്നുണ്ടെങ്കിൽ പിന്നെ യാഗം നടത്താൻ പറ്റില്ലല്ലോ. എല്ലാ യാഗങ്ങളും ഓരോരുത്തർ അവരവരുടെ കാമനകൾക്ക് വേണ്ടിയൊക്കെയാണ് നടത്തുന്നത് എന്ന് പറഞ്ഞാലും യാഗങ്ങള് യജ്ഞങ്ങള് എല്ലാം ലോക ക്ഷേമത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അതൊന്നും മുടക്കം കൂടാതെ കണ്ട് നടക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് എന്നറിഞ്ഞ ഋത്വിക്കുകൾ അതിനുള്ള ഒരു മാർഗം സ്വീകരിച്ചു. അവരുടെ തപശക്തി മന്ത്രശക്തി കൊണ്ട് സ്തംഭിപ്പിച്ച് നിർവികാരമാക്കി പൂജിച്ചിരുന്ന ശരീരത്തെ ഗന്ധമാല്യാദികൾ കൊണ്ട് അവർ വീണ്ടും വീണ്ടും പൂജിച്ചു. എങ്ങനെയോ ഒരു വിധത്തിൽ അവരാ യജ്ഞം പൂർത്തിയായപ്പോൾ ദേവന്മാരെല്ലാം അവിടെ സമാഗതരായി. ഋത്വിക്കുകളൊക്കെ സ്തുതിക്ക് അവർ സന്തുഷ്ടരായി. ബ്രാഹ്മണർ സ്തുതിച്ചുകൊണ്ട് രാജാവിൻ്റെ അവസ്ഥയെക്കുറിച്ച് ദേവന്മാരെ അറിയിച്ചു. അത് മനസ്സിലാക്കിയ ദേവന്മാര് ഖിന്നനായിരിക്കുന്ന രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഞങ്ങൾ സന്തുഷ്ടരായിരിക്കണു, ഇഷ്ടമുള്ള വരം ചോദിച്ചോളൂ എന്ന്. ഈ യജ്ഞം കൊണ്ട് തന്നെ അങ്ങയ്ക്ക് ഉത്കൃഷ്ടമായ ജന്മം ലഭിക്കും. ദേവശരീരമോ മനുഷ്യ ശരീരമോ ഏതാണ് അങ്ങയ്ക്ക് വേണ്ടത്? ഇഷ്ടമുള്ളത് ഏതാണോ അത് വരിച്ചുകൊള്ളുക എന്നൊക്കെ ദേവന്മാര് ആ നിമിയോട് പറഞ്ഞു. അങ്ങയുടെ പുരോഹിതനായിട്ടുള്ള വസിഷ്ഠൻ അങ്ങയുടെ ശാപത്താൽ പൂർവ്വദേഹം വെടിഞ്ഞ് മൃത്യുലോകത്തെത്തി. പൂർവ്വദേഹത്തിന് തുല്യമായ രണ്ടാമതൊരു ശരീരം സ്വീകരിച്ച് ഇതാ വീണ്ടും ജനിച്ചിട്ടുണ്ട്. അപ്രകാരം ഒരു ശരീരം ആഗ്രഹിക്കുന്നു എങ്കിൽ അങ്ങക്ക് അത് വരിക്കാം എന്നൊക്കെ ദേവന്മാര് നിമിയോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ നിമിയുടെ ആത്മാവ് സന്തുഷ്ടനായിട്ട് ദേവന്മാരോട് പറയണു, ന ദേഹേ മമ വാഞ്ചാസ്തി
സർവദൈവ വിനശ്വരേ വാസോ മേ സർവസത്വാനാം ദൃഷ്ടാ വസ്തു സുരോത്തമാ. നശ്വരമായിട്ടുള്ള ഈ ദേഹത്തിൽ എനിക്ക് തീരെ ആഗ്രഹമില്ല. ഹേ ദേവന്മാരെ, സർവജീവരാശികളുടെയും ദൃഷ്ടികളിൽ എൻ്റെ നിവാസം നിങ്ങൾ കൽപ്പിച്ച് അനുഗ്രഹിച്ച് തന്നാ മതി എന്നാണത്രേ പ്രാർത്ഥിച്ചത്. സർവഭൂതങ്ങളുടെയും കണ്ണുകളിൽ ഞാൻ വായുരൂപേണ സഞ്ചരിച്ചുകൊള്ളാം. ഇങ്ങനെ പറഞ്ഞ നിമിയുടെ ആത്മാവിനോട് ദേവന്മാർ പറഞ്ഞു, ഹേ രാജാവേ, അങ്ങ് അതിനുവേണ്ടി സർവേശ്വരിയും ശിവയുമായ ദേവിയോട് പ്രാർത്ഥിക്കണം. ഈ യജ്ഞം കൊണ്ട് തന്നെ സന്തുഷ്ടിയായ ദേവി അങ്ങയുടെ അഭീഷ്ടം സാധിച്ചു തരും. അങ്ങയുടെ ആഗ്രഹം സാധിക്കാനുള്ള കഴിവ് ഇന്ദ്രാദികളായിട്ടുള്ള ദേവന്മാരായിട്ടുള്ള ഞങ്ങൾക്കില്ല. ഏതെങ്കിലും ഒരു ശരീരം വേണമെങ്കിൽ സ്വീകരിക്കാം, അത് വേണമെങ്കിൽ ഞങ്ങൾ തന്ന് അനുഗ്രഹിക്കാൻ കഴിയും. പക്ഷേ ഒരു ശരീരം സ്വീകരിക്കാതെ, ഒരു ദേഹത്തെ സ്വീകരിക്കാതെ സർവ ജീവനുകളുടെയും കണ്ണുകളിൽ ജീവരാശിയായിരുന്നു കൊള്ളാം, ഒരു ശരീരം ആവശ്യമില്ല എന്നാണ് നിമി ഇവിടെ ദേവന്മാരോട് വരമായിട്ട് പ്രാർത്ഥിച്ചത്. പക്ഷേ ആ വരം തരാൻ ദേവിക്ക് മാത്രമേ കഴിയുള്ളൂ, ഞങ്ങൾക്ക് കഴിയില്ല എന്നതുകൊണ്ട് ഈ യാഗത്തിൽ സന്തുഷ്ടിയായിട്ടുള്ള സർവേശ്വരിയായിട്ടുള്ള പരാശക്തിയായിട്ടുള്ള ദേവിയോട് തന്നെ അവിടുന്ന് ആ വരം ഭരിച്ചോളൂ, ഞങ്ങൾക്ക് അതിനുള്ള ശക്തിയില്ല എന്ന് ദേവന്മാർ പറഞ്ഞു. അങ്ങനെ ദേവന്മാർ പറഞ്ഞപ്പോൾ അദ്ദേഹം ദിവ്യങ്ങളായ പലതരം സ്തോത്രങ്ങൾ കൊണ്ട് ഭക്തിയോടെ ദേവിയെ സ്തുതിച്ചു. പ്രസന്നയായി തീർന്ന ദേവി അപ്പോൾ അദ്ദേഹത്തിന് ദർശനം നൽകി. കോടി സൂര്യന്മാർക്ക് തുല്യം പ്രകാശിക്കുന്ന ആ ദേവിയുടെ രൂപം കണ്ടിട്ട് എല്ലാവരും ആനന്ദഭരിതരും സന്തോഷവാന്മാരുമായി തീർന്നു. പ്രസന്നയായ ദേവിയോട് നിമി ഇഷ്ടവരം വരിച്ചു. മോക്ഷപ്രാപ്തിക്ക് ഉതകുന്ന വിമലമായ ജ്ഞാനം എനിക്ക് നൽകിയാലും സർവഭൂതങ്ങളുടെയും നേത്രങ്ങളിൽ എനിക്ക് വാസസ്ഥാനം കൽപ്പിച്ചു തന്നാലും എന്ന് പ്രത്യക്ഷമായിട്ടുള്ള ദേവിയോട് നിമി വരം ചോദിച്ചു. അപ്പോൾ ദേവേശിയായിട്ടുള്ള ജഗദംബികയായിട്ടുള്ള ദേവി പ്രസാദിച്ച് പറഞ്ഞു, നിനക്ക് വിശുദ്ധമായിട്ടുള്ള ജ്ഞാനമുണ്ടാകും. പ്രാരാബ്ധം അവസാനിക്കുവോളം നിനക്ക് ഭൂതരാശികളുടെ ദൃഷ്ടികളിൽ വസിക്കുകയും ചെയ്യാം. നീ നിമിത്തം എല്ലാ പ്രാണികൾക്കും ഇമയ്ക്കുന്ന മിഴികൾ ഉണ്ടാവും. നീ വസിക്കുന്നത് കൊണ്ട് മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും കണ്ണിമയ്ക്കുന്നവരായി ഭവിക്കും. ദേവന്മാരെ കണ്ണിമയ്ക്കാത്തവരും ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ദേവന്മാരുടെ കണ്ണ് നമ്മളുടെ കണ്ണ് മാതിരി മൂടി തുറക്കില്ല അത്രേ. അവരുടെ കണ്ണ് എപ്പോഴും തുറന്നേ ഇരിക്കുള്ളൂ എന്നാണ് പറയണത്. അവരുടെ കൺപോളകളെ മൂടി തുറക്കില്ല എന്നൊക്കെയാണ് പറയുക. മനുഷ്യരുടെയും അങ്ങനെ ആയിരുന്നു അത്ര ഇതിനു മുമ്പ്. പക്ഷേ ഈ വരം കിട്ടിയ നിമി മനുഷ്യരുടെയും പശുപക്ഷി മൃഗാദികൾക്കൊക്കെ അങ്ങനെ ആയിരുന്നു അത്രേ പണ്ട്. പക്ഷേ ഈ വരം കിട്ടിയതോടുകൂടി നിമി ഈ ജീവരാശികളുടെ ഭൂമിയിലുള്ള എല്ലാ ജീവരാശികളുടെയും കൺപോളകളിൽ വന്ന് സ്ഥലമുറപ്പിച്ചതുകൊണ്ട് പിന്നീട് ഈ കൺപോളകൾ അടയ്ക്കാനും തുറക്കാനുമായിട്ട് നമുക്കെല്ലാം കഴിയണു എന്ന് പറയണു. അതുകൊണ്ടാണത്രേ നിമി ഈ കൺപോളകളിൽ വസിക്കണു. നമ്മൾ ആ കൺപോളകളെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടയ്ക്കും, ഒന്ന് തുറക്കും. ഈ അടച്ചു തുറക്കുന്ന സമയത്തിനെ പിന്നീട് നിമിഷം എന്ന് പേര് കിട്ടാനുള്ള കാരണം ഇതിൽ നിമി വന്ന് വസിക്കണു. ആ നിമിയുടെ കാരണം കൊണ്ടാണ് ഈ കണ്ണിമകളെ അടയ്ക്കാനും തുറക്കാനും കഴിയുന്നത് എന്ന കാരണം കൊണ്ട് അത് അടച്ചു തുറക്കുന്ന സമയത്തിന് നിമിഷം എന്ന് പേരുണ്ടായി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഏതായാലും ദേവിയുടെ അനുഗ്രഹം നിമിക്ക് കിട്ടി എന്ന്